കുറച്ച് വൈകിയെങ്കിലും മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിച്ചു. വകുപ്പ് തീരുമാനിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നുകൊണ്ടല്ല. കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ പലവിധ സമ്മർദ്ദങ്ങളും പല താല്പര്യങ്ങളും ശാക്തിക ചേരികളും ഒക്കെ ഉരുത്തിരിഞ്ഞു വന്നു. അതുപോലെ തന്നെ ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്നും വലിയ സമ്മർദ്ദം ഉണ്ടായി. ഈ വകുപ്പ് പോരാ, കുറച്ചുകൂടി വരുമാന സാധ്യതയുള്ള വകുപ്പുകൾ വേണം എന്ന് പല ഘടകന്മാരും ആവശ്യപ്പെട്ടു. അതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ കോൺഗ്രസ് കൈമാറിയ ആ വകുപ്പിനെ സംബന്ധിച്ചും തർക്കം വന്നു. കോൺഗ്രസ് ഫിഷറീസ് വകുപ്പ് ലീഗിന് കൊടുത്തിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വീണ്ടെടുക്കാൻ ആഗ്രഹിച്ചു. ലീഗിന് ഫിഷറീസ് മാത്രം പോരാ, ഗ്രാമവികസനം കൂടി വേണം എന്ന് പറഞ്ഞു. ഗ്രാമവികസനം പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കൊടുത്തു. ഗ്രാമം ഇപ്പോൾ ആര് വികസിപ്പിച്ചാലും ഇത്രയൊക്കെ വികസിക്കുള്ളൂ നമുക്കറിയാം. അതുകൊണ്ട് ആ വകുപ്പ് ലീഗിന് ഒരു തളികയിൽ വെച്ച് കൊടുത്തു. പക്ഷേ ഉന്നത വിദ്യാഭ്യാസം വിട്ടുകിട്ടുന്നതിന് ഫിഷറീസ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പ്രശ്നമായി. ഫിഷറീസ് വകുപ്പ് കോൺഗ്രസ് തന്നെ ഭരിക്കണം, പറ്റുമെങ്കിൽ ഒരു ലത്തീൻ കത്തോലിക്കിന് തന്നെ കൊടുക്കണം എന്ന് ഈ ലത്തീൻ സഭയിൽപ്പെട്ട മതമേലധ്യക്ഷന്മാർ, അതിൽ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പുണ്ട്, നെയ്യാറ്റിൻകര ബിഷപ്പുണ്ട്, കൊച്ചി ബിഷപ്പുണ്ട്, വരാപ്പുഴ ആർച്ച് ബിഷപ്പുണ്ട്, കോട്ടപ്പുറം ബിഷപ്പുണ്ട്, മറ്റ് പല ആളുകളുമുണ്ട്. അത് നമ്മുടെ വകുപ്പാണ്, അത് മറ്റവന്മാർക്ക് കൊടുക്കരുത് എന്നായിരുന്നു ഇവരുടെ താല്പര്യം. ഇപ്പോൾ ഒരു ലീഗുകാരൻ ഫിഷറീസ് വകുപ്പ് ഭരിച്ചാൽ ലത്തീൻ കത്തോലിക്കരായ മത്സ്യത്തൊഴിലാളികൾക്ക് നീതി കിട്ടുകയില്ല എന്നാണ് അവർ ഭയപ്പെടുത്തുന്നത്. എന്തെങ്കിലും ആവട്ടെ. പക്ഷേ സതീശൻ പല വിധത്തിൽ ശ്രമിച്ചിട്ടും അത് നടന്നില്ല. ആ വകുപ്പ് ലീഗിന് കൊടുത്തു എന്ന് മാത്രമല്ല, ലത്തീൻകാർക്കും കൂടി സ്വീകാരനായിട്ടുള്ള ആളാണ് വി അബ്ദുൽ ഗഫൂർ. അദ്ദേഹത്തിന് ആ വകുപ്പ് കൊടുത്തു. അപ്പോൾ ആ പ്രശ്നം അവിടെ സമാപിച്ചു. പിന്നെ റവന്യൂ വകുപ്പിൻ്റെ കാര്യത്തിലാണ് ഒരു വിസ്മയമുണ്ടായത്. സതീശൻ തന്നെ വിസ്മയത്തിൻ്റെ ആളാണല്ലോ. KPCC പ്രസിഡൻ്റായിരിക്കുന്ന സണ്ണി ജോസഫ്, അദ്ദേഹം അഡ്വക്കേറ്റും കൂടിയാണ്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഒരു നല്ല സുറിയാനി കത്തോലിക്കനാണ്, ബന്ധിങ്ങിട്ട ആളാണ്. അപ്പോൾ സഭയുടെ ഒരു ആസ്തിയും സണ്ണി ജോസഫിൻ്റെ പ്രശസ്തിയും പിന്നെ BA BL ഒക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹമായിരിക്കും റവന്യൂ മന്ത്രി എന്ന് ആദ്യം തന്നെ വാർത്തകൾ വന്നിരുന്നു. നമ്മളൊക്കെ അങ്ങനെ തന്നെ വിചാരിച്ചു. സണ്ണി ജോസഫ് വിചാരിച്ചു ഞാനായിരിക്കും റവന്യൂ മന്ത്രി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രാഗൽഭ്യവും മറ്റുമൊക്കെ വെച്ച് നോക്കുമ്പോൾ KR ഗൗരിയമ്മ, PS ശ്രീനിവാസൻ, PT ചാക്കോ, PJ ജോസഫ്, KM മാണി, ബേബി ജോൺ, ഇങ്ങനെ പ്രഗത്ഭമതികൾ പലരും ഇരുന്ന് ഭരിച്ച വകുപ്പാണ് റവന്യൂ. റവന്യൂ എന്ന് പറഞ്ഞാൽ ചെറിയ വകുപ്പല്ല. റവന്യൂ മന്ത്രിയുടെ കീഴിൽ 14 കളക്ടർമാരുണ്ട്. അത്ര ഗംഭീരമായി റവന്യൂ വകുപ്പ് സണ്ണി ജോസഫ് ഭരിച്ചാൽ വളരെ ഗംഭീരമാവും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് കിട്ടുമെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ അവസാന നിമിഷം ഈ തൊട്ടാൽ ഷോക്കടിക്കുന്ന വൈദ്യുതി വകുപ്പാണ് പുള്ളി കിട്ടിയത്. വൈദ്യുതി വകുപ്പിലാണെങ്കിൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. കാരണം ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് ഒരു സ്വയംഭരണ സ്ഥാപനമാണ്, അവർ സ്വയമായിട്ട് ഭരിച്ചോളും. പിന്നെ വകുപ്പിൻ്റെ മറ്റേ ഇലക്ട്രിസിറ്റി ചാർജൊക്കെ നിശ്ചയിക്കുന്നത് റെഗുലേറ്ററി അതോറിറ്റിയാണ്. അതും ഈ പറഞ്ഞ പോലെ ഒരു സ്വതന്ത്ര പരമാധികാര സ്ഥാപനമാണ്. മന്ത്രിക്ക് പ്രത്യേകിച്ച് ഒരു റോളുമില്ല. മന്ത്രിക്ക് ഒരു റോളില്ല എന്ന് പറയാൻ പറ്റില്ല. നാട മുറിക്കുക, വിളക്ക് കത്തിക്കുക, പിന്നെ പ്രസംഗിക്കുക, പള്ളി അരമനകളിൽ പോയി അച്ഛന്മാരെ കാണുക, കൈമുത്തുക, കന്യാസ്ത്രീ മഠങ്ങളിൽ പോവുക, അവിടുന്ന് സൽക്കാരം അനുഭവിക്കുക, പിന്നെ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുക, കേരളത്തെ വൈദ്യുതി മിച്ച സംസ്ഥാനമാക്കും എന്ന് പ്രഖ്യാപിക്കുക, മുതലായ ജോലികൾ മാത്രമേ ഉള്ളൂ. പിന്നെ വല്ല കറണ്ട് പോവുകയാണെങ്കിൽ ആളുകൾ മന്ത്രിയുടെ തന്തയ്ക്ക് പറയും. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ബാലൻ ഇരുന്നപ്പോഴും തന്തയ്ക്ക് പറഞ്ഞു, പിണറായി വിജയൻ ഇരുന്നപ്പോഴും പറഞ്ഞു. അപ്പോൾ പിന്നെ സണ്ണി ജോസഫിൻ്റെ മരിച്ചുപോയ അപ്പനെ പറ്റി പറഞ്ഞാൽ അത് കാര്യമാക്കാനില്ല. ഇപ്പോൾ വൈദ്യുതി മന്ത്രി ആവുമ്പോൾ തന്തയ്ക്ക് വിളി കേൾക്കുക എന്നുള്ളത് അതിൻ്റെ അകത്ത് ഒരു അണ്ടർലൈങ് ക്ലോസാണ്. അത് നമ്മൾ ആരും വിചാരിച്ചാലും മാറ്റാൻ പറ്റുകയില്ല. അപ്പോൾ സണ്ണി ജോസഫിന് ഇപ്പോൾ സത്യത്തിൽ മന്ത്രിയായിട്ട് വിലസാൻ പറ്റിയ സമയമാണ്. റവന്യൂ വകുപ്പൊക്കെയാണെങ്കിൽ വലിയ ഉത്തരവാദിത്തമാണ്, തലവേദനയാണ്. പക്ഷേ ഞാൻ പറയാൻ വന്ന സംഗതി ഇതുമല്ല. നമ്മുടെ ഈ മാധ്യമങ്ങളെന്ന് പറഞ്ഞ കൊജ്ഞാടന്മാർക്ക് ഇതുവരെ മനസ്സിലാകാതെ പോയാൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. എന്താ വെച്ചാൽ AP അനിൽകുമാറാണ് കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി. അതിലിപ്പോൾ എന്താ തെറ്റ്? AP അനിൽകുമാറിന് റവന്യൂ മന്ത്രി ആയിക്കൂടെ എന്നെങ്കിലും ചോദിക്കും. ആകാം, ഒരു കുഴപ്പമില്ല. പക്ഷേ AP അനിൽകുമാർ മാത്രമല്ല, അദ്ദേഹം 6ാം തവണയാണ് നിയമസഭയിലേക്ക് ജയിക്കുന്നത്. സതീശനും 6ാം തവണയാണ്. തുടർച്ചയായ 6ാം തവണ വണ്ടൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് നേരത്തെ 2 തവണ മന്ത്രിയായിട്ടുള്ള ആളാണ്. ഉമ്മൻചാണ്ടിയുടെ ആദ്യത്തെ മന്ത്രിസഭയിൽ അനിൽകുമാറുണ്ടായിരുന്നു, രണ്ടാമത്തെ മന്ത്രിസഭയിൽ അനിൽകുമാറുണ്ടായിരുന്നു. ഇത് 3ാം തവണയാണ് മന്ത്രിയാവുന്നത്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും അനുഭവപരിചയമുള്ള ഒരു മന്ത്രി ഇദ്ദേഹമാണ്. ഷിബു ബേബി ജോൺ നേരത്തെ 1 തവണ മന്ത്രിയായിട്ടുണ്ട്. രമേശ് ചെന്നിത്തല നേരത്തെ 2 തവണ മന്ത്രിയായിട്ടുണ്ട്. പക്ഷേ 2 തവണ ചെറിയ സമയമേ അദ്ദേഹത്തിന് കിട്ടൂ. അങ്ങനെ 5, 2, 7 കൊല്ലം മന്ത്രിയായിരുന്ന അനുഭവപരിചയവുമായിട്ട് അനിൽകുമാർ റവന്യൂ വകുപ്പ് ഏറ്റെടുക്കുകയാണ്. ഇതിലെന്താണ് ഇത്ര വിശേഷം എന്ന് ചോദിച്ചാൽ അതിലൊരു വിശേഷമുണ്ട്. അനിൽകുമാർ പട്ടികജാതി സമുദായക്കാരനാണ്.
പട്ടികജാതിയിൽ നിന്ന് ഒരാൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ റവന്യൂ മന്ത്രിയാകുന്നത്. കാര്യം നമ്മൾ പ്രബുദ്ധ കേരളം നവോത്ഥാനം എന്നൊക്കെ പറയുമെങ്കിലും ഈ പട്ടികജാതിക്കാരുടെ ആരും വരുമ്പോൾ സാധാരണയായിട്ട് അവർക്ക് പട്ടികവർഗ ക്ഷേമ വകുപ്പ് മാത്രമേ കൊടുക്കാറുള്ളൂ. അത് ചാത്തൻ മാസ്റ്റർ മുതൽക്ക് OR കേളു വരെ അതാണ് നാട്ടു നടപ്പ്. കോൺഗ്രസ്സുകാരും മോശമല്ല, കമ്മ്യൂണിസ്റ്റുകാരും മോശമല്ല. ചാത്തൻ മാസ്റ്റർക്ക് ഈ പട്ടികജാതി ക്ഷേമത്തിൻ്റെ കൂടെ എന്തോ ഒരു ചെറിയ വകുപ്പ് കൂടി ഉണ്ടായിരുന്നു. പഞ്ചായത്ത് വകുപ്പായിരുന്നില്ല, അതുപോലത്തെ ഒരു വകുപ്പായിരുന്നു. അതുപോലെ പിന്നീട് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ MK കൃഷ്ണന് വനം വകുപ്പും കിട്ടിയിട്ടുണ്ട്, എക്സൈസ് വകുപ്പും കിട്ടിയിട്ടുണ്ട്. അത് ഇല്ലെന്ന് പറയുന്നില്ല. അതുപോലെ പന്തളം സുധാകരനും എക്സൈസ് വകുപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഡോക്ടർ കുട്ടപ്പൻ മന്ത്രിയായപ്പോൾ അദ്ദേഹം ഡോക്ടറാണ്, MBBS പാസ്സായാണ്. പക്ഷേ ആരോഗ്യ വകുപ്പ് കൊടുക്കാമെന്ന് AK ആൻ്റണിക്ക് പോലും തോന്നില്ല. ആൻ്റണി കൊടുത്തത് കുട്ടപ്പന് ഹരിജനക്ഷേമ വകുപ്പും പിന്നെ അത് കൂടാതെ എന്താണ് സ്പോർട്സ് യുവജനക്ഷേമ വകുപ്പുകൾ വരും. അതിൽ കൂടുതലൊന്നും കുട്ടപ്പൻ ഭരിക്കേണ്ട എന്ന് ആൻ്റണി പോലും വിചാരിച്ചു. ആൻ്റണി പോലും എന്ന് വെച്ചാൽ ആൻ്റണിയാണല്ലോ കേരളം കണ്ട ഏറ്റവും വലിയ ആദർശധീരൻ. അതുകൊണ്ടാണ് AK ബാലന് വൈദ്യുതി വകുപ്പ് ആദ്യത്തെ തവണ കിട്ടി, രണ്ടാമത്തെ തവണ വന്നപ്പോൾ അതുപോലും കിട്ടിയില്ല. അതിനേക്കാൾ കുറഞ്ഞ വകുപ്പുകളാണ് കിട്ടിയത്. അപ്പോൾ കേരളത്തിൽ ഒരിക്കലും ഒരു പട്ടികജാതിക്കാരന് ഇന്ന ദിവസം വരെ, ഈ കഴിഞ്ഞ ദിവസം വരെ റവന്യൂ വകുപ്പ് ഭരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഭരിച്ചിട്ടില്ല, വ്യവസായ വകുപ്പ് ഭരിച്ചിട്ടില്ല, ആരോഗ്യ വകുപ്പ് ഭരിച്ചിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പട്ടിക സമുദായക്കാരൻ കേരളത്തിൽ റവന്യൂ മന്ത്രിയാകുന്നത്. ഇത് ചെറിയ കാര്യമല്ല, വളരെ വലിയ കാര്യമാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഏറ്റവും ശ്രദ്ധാപൂർവം കണ്ണിൽ എണ്ണ ഒഴിച്ച് ഫലം കാത്തിരുന്നത് കൂത്തുപറമ്പ് മണ്ഡലത്തിലാണ്. കാരണം കൂത്തുപറമ്പിൽ പട്ടിക സമുദായക്കാരിയായ ഒരു വനിത മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജനറൽ സീറ്റിൽ മത്സരിച്ചു. അവർ ജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. നേരത്തെ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവർ ചെറിയ വോട്ടിന് തോറ്റുപോയി. മുസ്ലിം ലീഗുകാർ തന്നെയായ ചില യൂദാസുകൾ അവരെ കാലുവാരിയെന്നാണ് പിന്നീട് മനസ്സിലായത്. അവിടുത്തെ മണ്ഡലം പ്രസിഡൻറ്റിന് നേരെ പാണക്കാട് തങ്ങൾ എന്തോ നടപടി എടുത്തു എന്ന് പത്രത്തിൽ വായിച്ചു. ഇത് തോറ്റുപോയി എന്നുള്ളതല്ല, നടപടി എടുത്തിട്ട് പിന്നെ എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യമുണ്ട്. എങ്കിൽ പോലും ഒരാൾ ജയിച്ചു വരേണ്ടതായിരുന്നു, പക്ഷേ അതുണ്ടായില്ല. അതുപോലെ പട്ടികജാതി സമുദായക്കാർക്ക് ഏത് കാലത്ത് ഈ വകുപ്പ് മാത്രം കൊടുത്താൽ മതിയോ? ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. കരുണാകരൻ പട്ടികജാതി വകുപ്പ് നേരിട്ട് ഭരിച്ച കാലത്ത് പോലും പട്ടികജാതിക്കാർക്ക് ഭരിക്കാൻ അദ്ദേഹം കൊടുത്ത വകുപ്പ് ഗതാഗതവും അല്ലെങ്കിൽ സാമൂഹ്യ നീതി വകുപ്പല്ല, സാമൂഹ്യക്ഷേമ വകുപ്പ് വരും. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റമേ ഈ നാട്ടിലുണ്ടായിട്ടുള്ളൂ. ഏതായാലും അനിൽകുമാർ കേരളത്തിൻ്റെ റവന്യൂ മന്ത്രിയായിട്ട് ചുമതലയേൽക്കുകയാണ്. അപ്പോൾ ഈ വിവരം എന്തെങ്കിലും ഒരു പ്രാധാന്യത്തോടെ ഒരു കോളം വരച്ചിട്ടെങ്കിലും കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ മാതൃഭൂമി, മലയാള മനോരമ മുതലായ മഹാമാധ്യമങ്ങൾക്കുണ്ടായിരുന്നു. അവരാരും കൊടുത്തില്ല. ഞാൻ ഈ മാധ്യമം, സുപ്രഭാതം, സിറാജ്, ചന്ദ്രിക മുതലായ എല്ലാ പത്രങ്ങളും നോക്കി. കീഴാള പക്ഷത്ത് നിൽക്കുന്ന പത്രങ്ങളാണല്ലോ, അവരാരും കൊടുത്തിട്ടില്ല. കേരളകൗമുദി ഞാൻ നേരിട്ട് വായിച്ചില്ല, ആലുവയിലെ ലേഖകനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് കേരളകൗമുദിയിലും ഇത് ഒരു എംഫസൈസ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നാണ്. ഏഷ്യാനെറ്റിലോ മനോരമയിലോ മാതൃഭൂമിയിലോ ഒരു ചാനലിലും ഈ വാർത്ത പ്രാധാന്യത്തോടെ വന്നില്ല. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതെല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. VD സതീശൻ അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ വകുപ്പ് ഉപയോഗിച്ചത് എന്ന് നമുക്കറിയില്ല. അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഇത് ചരിത്രപരമായ ഒരു മുഹൂർത്തമാണ്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇദ്ദേഹത്തിന് ഈ വകുപ്പ് കിട്ടാൻ കാരണഭൂതൻ KC വേണുഗോപാലാണ് എന്നാണ് കേൾക്കുന്നത്. വേണുഗോപാലിനോട് പ്രത്യേകിച്ച് യാതൊരു സ്നേഹമുള്ള ആളല്ല ഞാൻ. അദ്ദേഹം കേരള മുഖ്യമന്ത്രിയാകാൻ നടത്തിയ പരിശ്രമങ്ങളെ അതിനിശ്ചിതമായി വിമർശിക്കുകയും രൂക്ഷമായി പരിഹസിക്കുകയും ചെയ്ത ആളാണ്. ഇനി വേണുഗോപാലാണ് ഇതിന് ഉത്തരവാദിയെങ്കിൽ അദ്ദേഹത്തെയും അഭിനന്ദിക്കുന്നു. കാരണം നേരത്തെ പറഞ്ഞതിനാണ് ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്.